ഇന്നലെ അപകടത്തിൽ മരിച്ച പ്രവാസി വ്യവസായി ഒടയം ഷാജഹാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളും നാട്ടുകാരും. മൃതദേഹത്തിൽ നിന്ന് 150 മീറ്റർ മാറി ഇടവഴിയിൽ നിന്നാണ് ഷാജഹാന്റെ മൊബൈൽ കണ്ടെടുത്തത്. പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ആവശ്യമുണ്ട്. മുഹമ്മദ് അസ്ലമുണ്ട് തിരുവനന്തപുരത്ത്. അസ്ലം, ഏത് രീതിയിലുള്ള ദുരൂഹതയാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്? പോലീസ് അന്വേഷണം ആ രീതിയിലേക്ക് നടക്കുന്നുണ്ടോ? സായികുമാർ, ഇന്നലെ അപകടത്തിൽപ്പെട്ട ഒടയം ഷാജഹാന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഇവിടം തിരിക്കും. തിരുവനന്തപുരത്ത് വർക്കല ശിവഗിരി മിഷൻ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന് ഇൻക്വസ്റ്റും നടപടികൾ കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന് ആംബുലൻസിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ബന്ധുക്കൾ അതോടൊപ്പം നാട്ടുകാരും ആരോപിക്കുന്ന ദുരൂഹത അദ്ദേഹത്തിന്റെ അപകടം നടന്ന സമയം ഒരു വണ്ടി ഇടിച്ചിട്ട ബൈക്ക് നിർത്താതെ പോവുകയുണ്ടായി. 2 പേർ ബൈക്കിലുണ്ടായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നൊരു കാര്യം. ഈ ഫോൺ, ആ സമയത്ത് ഫോണും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സും 150 മീറ്റർ എന്നാണ് ആദ്യം ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അതിൽ കൂടുതൽ, പക്ഷേ 250 മീറ്ററിന് അപ്പുറത്തേക്ക് നിന്നാണ് ഒരാൾ എടുത്തുകൊണ്ടുവന്നത്. അതായത് വണ്ടി ഇടിച്ചിട്ടതിൽ നിന്നും 250 മീറ്റർ മാറി സ്ഥലത്താണ് മൊബൈൽ ഫോണും പേഴ്സും കണ്ടെത്തിയത്. ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇക്കാര്യം അവർ പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഇന്നലെ തന്നെ അപകട മരണം എന്ന നിലയിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും ഉയർത്തുന്ന ഈ കാര്യം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടത്തുക എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിൽ എത്തുമ്പോൾ പോലീസ് സർജന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുരൂഹത ഉയർന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായി തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് പോലീസ് സർജൻ ആവശ്യമാണെന്ന് അവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം എത്തിയിട്ടുണ്ട്. അർത്ഥത്തിൽ ദുരൂഹത നാട്ടുകാർ ഉയർത്തുന്നു. അത് പരിഗണിച്ചുകൊണ്ടുള്ള അന്വേഷണമായി നടത്തുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി അദ്ദേഹത്തെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ഇന്നലെ അപകടത്തിൽ മരിച്ച പ്രവാസി വ്യവസായി ഒടയം ഷാജഹാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.